അവിടെ വിളിക്കേണ്ടത് അങ്ങനെയാണ്. വിളിക്കുന്ന ശൈലിയോ സാധാരണക്കാരെ വിളിക്കും പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നത് ലാ തജഅലൂ ദുആ അർ-റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. ശബ്ദത്തിൽ വിളിക്കാൻ പറ്റുമോ? ഇല്ല, മിതമായ ശബ്ദത്തിലേ വിളിക്കാവൂ. ഹുജ്റത്തു ഷരീഫയുടെ മുന്നിൽ പോയി ഒരാൾ വിളിക്കുകയാണെങ്കിലും വളരെ ബഹുമാനത്തോട് മാത്രമേ വിളിക്കാവൂ. ശബ്ദം ഉയർത്താൻ പറ്റൂല. ഹയാത്ത് കാലത്ത് തന്നെ പറ്റൂല. ഉറക്കെ വിളിക്കാൻ പറ്റൂല, മിതമായ ശബ്ദത്തിൽ. വീടിന്റെ പുറത്ത് വന്ന് തങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ താമസിക്കുമ്പോ വിശ്രമിക്കുമ്പോ പുറത്ത് വന്ന് വിളിച്ചത് വരെ അല്ലാഹു തആല എതിർത്തു. ആ വിളി ശരിയായില്ല എന്ന് പറഞ്ഞു. നമ്മളെ വീട്ടിന്റെ ഉള്ളിലാണ്, പുറത്ത് വന്ന് നമ്മളെ കൂട്ടുകാരൻ ഉറക്കെ വിളിക്കാണ് ഉള്ളിലേക്ക്. നമ്മളാ വിളി കേട്ട് പുറത്തു വരും. അങ്ങനെ വിളിക്കാവതല്ല എന്ന് അള്ളാഹു പറഞ്ഞു. പറ്റില്ല. ആ വിളിച്ച ആളുകളെ അല്ലാഹു തആല പറഞ്ഞു അക്സറുഹും ലാ യഅഖിലൂൻ, അവർ ബുദ്ധി ഇല്ലാത്തവരാന്നാ പറഞ്ഞത്. വീടിന്റെ പുറത്ത് വന്ന് മുറ്റത്ത് വന്ന് തങ്ങളെ വിളിച്ച ആളുകളില്ലേ നബിയെ, അവരിൽ അധിക പേരും ബുദ്ധി ഇല്ലാത്തവരാണ്. ചെറിയ വിമർശനമാണോ ബുദ്ധി ഇല്ലാത്തതെന്നുള്ളത്? എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു എന്ത് ചെയ്യണം അവര്? വലൗ അന്നഹും സ്വബറു ഹത്താ തഖ്റുജ ഇലൈഹിം, എത്ര നേരം കഴിഞ്ഞിട്ടാണോ തങ്ങൾ റൂമിൽ നിന്ന് പുറത്തു വരുന്നത് അത്ര നേരം വരെ കാത്തിരിക്കണം. സഹോദരങ്ങളെ, മറ്റുള്ളവര് വിളിച്ചാലുള്ള വിളി പോലെയല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളി. ആ വിളിക്ക് പെട്ടെന്ന് ഉത്തരം ചെയ്തോളണം. യാതൊരു കാരണവശാലും പിന്തിക്കൂടാ. നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്വഹാബി അബൂ സഈദ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ ഉള്ളിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിസ്കാരത്തിലാണ് നബി തങ്ങൾ പുറത്തുനിന്ന് വിളിക്കുന്നത് യാ അബാ സഈദ്. മഹാനവറുകൾ നിസ്കാരത്തിലാണ്. നിസ്കരിച്ച് കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് വന്നിട്ട് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ നിസ്കാരത്തിലായിരുന്നു, അതുകൊണ്ടാണ് ഉത്തരം ചെയ്യാതിരുന്നത്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു ആ സ്വഹാബിയോട് അലം തസ്മഅ ഖൗലല്ലാഹി അസ്സ വജൽ, അല്ലാഹു പറയുന്നത് കേട്ടിട്ടില്ലേ? യാ അയ്യുഹല്ലദീന ആമനു സ്തജീബൂ ലില്ലാഹി വലിർറസൂൽ ഇദാ ദഅാകും ലിമാ യുഹീകും. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും വിളിച്ചാൽ എപ്പോഴും ഉത്തരം ചെയ്തോളണം. അത് ഫർള് നിസ്കാരമാണെങ്കിലും സുന്നത്ത് നിസ്കാരമാണെങ്കിലും ഏത് സന്ദർഭത്തിലാണെങ്കിലും വിളിച്ചോ, വിളിക്ക് ഉത്തരം ചെയ്തോളണം. പിന്തിക്കാൻ പാടില്ല. ഫർള് നിസ്കാരത്തിൽ വരെ കൈയഴിച്ച് ഉത്തരം ചെയ്യേണ്ട ഒരേ ഒരു വ്യക്തിത്വം ലോകത്തൊന്നു മാത്രമേ ഉള്ളൂ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം ബാപ്പ വിളിച്ചാലും ഫർള് നിസ്കാരത്തിൽ നിന്ന് കൈയഴിക്കാൻ പാടില്ല. സ്വന്തം ഉമ്മ വിളിച്ചാലും ഫർള് നിസ്കാരത്തിൽ നിന്ന് കൈയഴിക്കാൻ പാടില്ല. സ്വന്തം ഉസ്താദ് വിളിച്ചാലും ഫർള് നിസ്കാരത്തിൽ നിന്ന് കൈയഴിക്കാൻ പാടില്ല. കൈയഴിച്ചോ ആ നിസ്കാരം ബാത്തിലായി. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേണ്ടി ഫർള് നിസ്കാരത്തിൽ നിന്ന് കൈയഴിച്ച് ഉത്തരം ചെയ്ത് പോന്ന ഒരാള് തിരിച്ചു വന്ന് ബാക്കി നിസ്കരിച്ചാൽ മതി എന്നാണ് മഹാന്മാർ എഴുതി വെച്ച മസ്അല. നിസ്കാരം മുറിയുന്നില്ല. ഖിബിലന്റെ ഭാഗത്തുനിന്ന് അയാളെ ശരീരം മറ്റൊരു ഭാഗത്തേക്ക് തിരിഞ്ഞാലും അയാൾ കുറച്ചു നേരം തങ്ങളോട് സംവദിച്ചാലും ബാക്കി വന്ന് നിസ്കരിച്ചാൽ മതി. അയാൾ ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരുന്നതും ഒരു ഇബാദത്താണ്, അള്ളാഹു കൽപ്പിച്ചൊരു ഇബാദത്താണ്. അത് മറ്റൊരു ഇബാദത്താണ് ആ കൂട്ടത്തിൽ ചെയ്തത്, അതും അള്ളാഹു പഠിപ്പിച്ചതാണ്. ഉമ്മ വിളിച്ചാല് ബാപ്പ വിളിച്ചാല് സുന്നത്ത് നിസ്കാരത്തിൽ കൈകഴിക്കാം, ആ വിളിക്ക് ഉത്തരം ചെയ്യാം. പക്ഷെ അപ്പോഴും ഫർള് നിസ്കാരത്തിന് ഉത്തരം ചെയ്യാൻ പറ്റൂല. അതങ്ങനെ തന്നെ പൂർത്തീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വിളി, ആ വിളിയെ സ്വഹാബത്ത് കണ്ട കാഴ്ചപ്പാട് എങ്ങനെയാണ്, എത്ര വലുതാണ്. തങ്ങളുടെ ഒരു വിളിയാളത്തെ പറ്റി സ്വഹാബത്തിന്റെ മനസ്സിൽ വന്ന ആ ഒരു ഉത്തരം, അവരുടെ ആ ഒരു മഹബത്ത്, ഈ വിളി ഇങ്ങനെ സാധാ വിളി പോലെ കാണാൻ പറ്റൂല എന്നുള്ള നിലക്ക് ഇറങ്ങി പുറപ്പെട്ടു പോയില്ലേ. വിളിയാളം കേട്ട ഉടനെ ഡയറക്റ്റായി തങ്ങൾ വിളിച്ചതല്ല, സ്വഹാബിമാരെ പറഞ്ഞയച്ചതാണ്. എങ്ങോട്ടെങ്കിലും ശത്രുക്കളോട് ചെറുത്തു നിൽക്കാൻ പോകാനുണ്ടെങ്കിൽ കുതിരപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനൗൺസ്മെന്റിന് വേണ്ടി സ്വഹാബത്തിനെ പറഞ്ഞേക്കും.
കുതിരപ്പുറത്ത് വന്ന് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവർ വിളിച്ചു പറയും, യാ ഖൈലല്ലാഹി ഇർകബീ ഇലൽ ജന്നത്തി അസ്റഈ. അള്ളാഹുവിന്റെ കുതിരപ്പടയാളികളെ, സ്വർഗത്തിലേക്ക് വരൂ, സ്വർഗത്തിലേക്ക് ജൈത്രയാത്ര നടത്തൂ. ആ ഒരു അനൗൺസ്മെന്റ് കേൾക്കുമ്പോഴേക്ക് സ്വഹാബത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ബഹുമാനപ്പെട്ട ഹൻദല റളിയല്ലാഹു അൻഹു ഉച്ച നേരം കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്താണ്, സ്വന്തം ഇണയുമായി ഭാര്യയുമായി സല്ലപിക്കുന്ന നേരത്താണ് ഈ ഒരു വിളിയാളം കേൾക്കുന്നത്. കുളിക്കാൻ നിന്നാൽ നേരം വൈകിപ്പോകുമോ എന്ന് കരുതിയിട്ട് ഉടനെ തന്നെ ഡ്രസ്സും മാറി മഹാനവറുകൾ പുറപ്പെട്ടു പോയി. അന്നത്തെ ആ നടന്ന ചെറുത്തുനിൽപ്പിൽ പോരാട്ടത്തിൽ ഹൻദല റളിയല്ലാഹു അൻഹു ഷഹീദായി. ഹൻദല റളിയല്ലാഹു അൻഹുവിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു പറയുന്നു, സ്വഹാബ, ഹൻദലയെ മലക്കുകൾ കുളിപ്പിക്കുന്നു. സ്വഹാബത്ത് പോയി നോക്കുമ്പോ തലഭാഗം മുതൽ കാൽഭാഗം വരെ വെള്ളം ഒഴുകുന്നത് കാണുന്നുണ്ട്. വെള്ളം കോരി ഒഴിക്കുന്ന ആളുകളെ കാണുന്നില്ല. പക്ഷേ തല മുതൽ കാല് വരെ വെള്ളം നിറഞ്ഞ രീതിയിൽ അങ്ങനെ ഒഴുക്കി വിടുന്നുണ്ട്. രക്തത്തിന്റെ ഭാഗത്തുകൂടെ വെള്ളം അങ്ങനെ ഒഴുകിയിട്ട് കുറഞ്ഞ രക്തഭാഗവും രക്തത്തിന്റെ ഭാഗങ്ങളും അതിലേക്ക് ചേർന്ന് പോയിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ കുളിപ്പിക്കാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോ, നിങ്ങൾ വീട്ടിൽ പോയി അന്വേഷിക്കൂന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വീട്ടിലെത്തിയപ്പോ അവിടുത്തെ ഭാര്യ പറഞ്ഞു, ഒന്നുമല്ല, ഞങ്ങൾ രണ്ടുപേരും ഉച്ചനേരത്തുള്ള വിശ്രമത്തില് സല്ലപിക്കുന്ന നേരത്താണ് വിളിയാളം വന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ വിളിയാണ് വരുന്നത്. ഞാനിവിടെ നിന്ന് വൈകിച്ചു പോയാൽ, വിളിക്ക് ഉത്തരം ചെയ്യാതിരുന്നാൽ എനിക്കത് ബുദ്ധിമുട്ടല്ലേ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് മഹാനവറുകൾ ഇറങ്ങി പുറപ്പെട്ടു പോയി. ജനാബത്തുകാരനാണ് ഷഹീദെങ്കിലും കുളിപ്പിക്കാൻ നമുക്ക് പെർമിറ്റില്ല. പക്ഷേ അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് പോകുന്ന ഷഹീദിന് ബഹുമാനത്തിന്റെ കുറവുണ്ടാകരുതല്ലോ. അതിന് റബ്ബ് തആല തന്നെ മലക്കുകളെ വിട്ടുപോയി. കുളിപ്പിക്കാൻ അല്ലാഹു തആല മലക്കുകളെ ചുമതലപ്പെടുത്തിപ്പോയി. ഞാൻ പറഞ്ഞു വന്നത്, ഏത് ഘട്ടത്തിലാണെങ്കിലും വിളിക്ക് ഉത്തരം ചെയ്യണമെന്നുള്ള നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിളി അത് വല്ലാത്തൊരു വിളിയാണ്. ലാ തജഅലൂ ദുആ അർ-റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. അവിടെ ഒരു തഫ്സീർ കൂടി നമ്മൾ പഠിക്കാനുണ്ട്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന മറ്റുള്ളവരുടെ പ്രാർത്ഥന പോലെ നിങ്ങൾ കണക്കാക്കരുത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ദുആ അത് മുസ്തജാബാണ്, ഉത്തരം നൽകപ്പെട്ട ദുആയാണ്. ഉമ്മമാരോടും സഹോദരങ്ങളോടും ചെറുപ്പക്കാരോടൊക്കെ ഞാൻ പറയട്ടെ, നമ്മളൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവരാണ്. നമ്മൾ പറയുന്നു, അല്ലാഹു തആല ആ സ്നേഹം നമ്മളെ ഖൽബിലൂടെ മൂലമാക്കി തരട്ടെ. നബിതങ്ങൾ ലാനത്ത് ചെയ്ത ഒരു വിഭാഗത്തിലും നമ്മൾ പെടാൻ പാടില്ല. പെട്ടുകഴിഞ്ഞാൽ നമുക്ക് നാശാണ്. ശാപം കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് ദുആ ചെയ്ത ഒറ്റ കമ്പനിയിലും നമ്മൾ പെടരുത്. ഒരാണും ഒരു പെണ്ണും ഉൾപ്പെട്ടു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാനത്ത് കൊണ്ട് ദുആ ചെയ്ത വിഭാഗം എത്രയുണ്ട്? അതെണ്ണിയാൽ ഇന്നത്തെ സദസ്സന്നതിന് മതിയാകൂല, അത്രയും അധികമുണ്ട്. മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവരെ അള്ളാഹുവിന്റെ റസൂല് ലാനത്ത് ചെയ്തിട്ടുണ്ട്. ബാപ്പാനെയും ഉമ്മാനെയും പഴിക്കുന്നവനെ നബിതങ്ങൾ ലാനത്ത് ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങളെ, അതേ രൂപത്തിൽ തന്നെ മുതിർന്ന ആളുകളെ ബഹുമാനിക്കാത്തവർക്ക് നബിതങ്ങളെ ലാനത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാനത്ത് ചെയ്ത വിഭാഗമാണ് സാരിഖീങ്ങൾ. മോഷണം നടത്തുന്നവർ അള്ളാഹുവിന്റെ റസൂലിന്റെ ലാനത്ത് കിട്ടിയവരാണ്. ഷാരിബുൽ ഖംറ്, അതുമായി ബന്ധപ്പെട്ട് 10 വിഭാഗത്തെ അള്ളാഹുവിന്റെ റസൂല് ശപിച്ചിട്ടുണ്ട്.
ഖംറുമായി ബന്ധപ്പെട്ട്, മദ്യപാനവുമായി ബന്ധപ്പെട്ട് മദ്യം കുടിക്കുന്നവരെ മാത്രമല്ല, മസ്താകുന്ന വസ്തു കടിക്കുന്നവരെ മാത്രമല്ല, അത് കൊണ്ടുപോകുന്നവരെയും അത് വിൽക്കുന്നവരെയും അത് വിൽക്കുന്ന സ്ഥലങ്ങളെയും അതിൻ്റെ കാശ് പറ്റുന്നവരെയും അതിൻ്റെ തൊഴിലാളികളെയും അതിനുവേണ്ടി മുന്തിരിച്ചാറ് പിഴിയുന്ന ആളുകളെ വരെ ശപിച്ചിട്ടുണ്ടേ. ഉമ്മമാരെ, സഹോദരിമാരെ, തോന്നും വിധം വീട് വിട്ട് ഇറങ്ങി ഉലാത്തുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? ഒരു നിയമവും പാലിക്കാതെ, ഇസ്ലാമിന്റെ ഒരു നിയമവും അംഗീകരിക്കാതെ, ഫ്രീഡം ഉണ്ടല്ലോ എന്നും കരുതിയിട്ട് തോന്നും പോലെ കറങ്ങുന്ന സഹോദരിമാരുണ്ട്. ഞാൻ അവരെ ആക്ഷേപിച്ചു എന്ന് നിങ്ങൾ പറയരുത്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലഅനത്ത് പറ്റിയ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെട്ടുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലഅനത്ത് ചെയ്ത വിഭാഗമാണ് ഭംഗി പ്രദർശിപ്പിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളെ സ്വാധീനിക്കുന്ന വിധം, മറ്റുള്ള ആളുകളെ സ്വീകരിക്കുകയും വർത്തമാനം പറയുകയും ചെയ്യുന്ന വിധം ശരീരത്തിന്റെ ഭംഗിയൊക്കെ പ്രദർശിപ്പിച്ച് പുറത്തിറങ്ങി ഉലാത്തുന്ന വിലസുന്ന സഹോദരിമാര് അവരെ ശപിച്ചിട്ടുണ്ടേ. മറ്റുള്ളവരുടെ ശാപം പോലെയല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ശാപം. അത് തട്ടുമെന്ന് ഉറപ്പാണ്. അവിടുത്തെ ദുആന മറ്റുള്ളവരുടെ ദുആനെ പോലെ കാണരുത്. ആ ദുആ കുറച്ച് ഗൗരവേറിയ ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദുആ അത് മുസ്തജാബാണ്, അത് ഉത്തരം നൽകപ്പെടുന്ന ദുആയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കി, ഇപ്പത്തെ രംഗം എന്താണ്? സുബ്ഹാനല്ലാഹ്, മാതാപിതാക്കൾക്കും അതിൽ പ്രശ്നമില്ല എന്ന് പറയുന്നു. നമ്മളൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹിതന്മാരാ, തങ്ങളെ മഹബത്ത് വെക്കുന്നവരാന്നൊക്കെ പറയുന്നു. ആ വാക്കിന് വലിയൊരു അർത്ഥം നമ്മൾ കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം